just you and I, perfectly alone. Darling, I'm not scared to die. Oh, I was calling all alone, waking up in Barcelona, breathing in the coast. Run, you were shining like the summer sun, distracting me from everyone and the things I fear the most. But on the highway, oh, I could stay on with you. On the highway, oh, I could stay on with you. We're perfectly alone. Darling, it's just you and I. Perfectly alone. Darling, I'm not scared to die. Perfectly alone. Darling, it's just you and I. We're perfectly alone. Darling, I'm not scared to die. Slow. We're perfectly alone. Darling, it's just you and I. Perfectly പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ശിക്ഷിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളെല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലെയുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്ത് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിക്കുകയും
അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അനുഗ്രഹിക്കുകയും ചെയ്ത് അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ഓസിനെയും അലീനയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചു കൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ ഔസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. മകനെ, അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി. ക്രിസ്തുവിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ. Open eye, feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. Dripping lights paint the skies, only you can make me move.
find me. When you call me, I am listening. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട്
ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രരെല്ലാം ആന്തരികമാകുന്നു, അവരുടെ ഇടയിലെങ്കിൽ പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതുപോലെ എന്നേക്കും. ആമേൻ. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നീക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിഗണ ബലവാനും മൃത്യുനുമായ കർത്താവേ,
അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം അധ്യായം 3 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് അത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവും ആത്മാവുമാകുന്ന അനശ്വര രത്നം അണിഞ്ഞിരിക്കുന്ന ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാവുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശോധിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 11 വരെ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 1, 2, 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിൽ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഓസ്റ്റിൻ, അലീന, ഓസ്റ്റിൻ ദേവാലയയുടെയും മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ
ശ്ലീഹാകാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം ഈ ദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കൂടിയാണ് ഇന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഓസ്റ്റിനും അലീനയും വളരെ ഭാഗ്യം ചെയ്യപ്പെട്ടവരാണ്. കാരണം കർത്താവിൻ്റെ ദിവസം, ഒപ്പം ത്രിത്വിക ദൈവത്തിൻ്റെ തിരുനാൾ ദിനം കൂടി. കഴിഞ്ഞ ആഴ്ച പെന്തക്കോസ്ത് തിരുനാളായിരുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ സമ്മതമൊക്കെ കൊടുത്ത് വിവാഹമെന്ന കൂദാശ സ്വീകരിക്കാൻ അങ്ങേയറ്റം പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് രണ്ടുപേരും ഇവിടെ വന്നിരിക്കുക എന്ന് വിചാരിക്കുകയാണ്. വിവാഹത്തിനൊരുക്കമായുള്ള കോഴ്സിലൊക്കെ പങ്കെടുത്തു. കുഞ്ഞുനാളിൽ കറ്റഗീസം ക്ലാസ്സിലൊക്കെ പോയി വീട്ടിൽ നിന്ന് കിട്ടിയ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുകയും കുദാശ എന്താണെന്നും 7 കുദാശകൾ എന്താണെന്നും അതിൽ ഈ വിവാഹത്തിനൊരുക്കമായ ദിനങ്ങൾ, ആ ദിനങ്ങളിൽ പങ്കെടുത്ത വിവാഹത്തിൻ്റെ കോഴ്സിൽ കുറച്ചുകൂടി വിശദമായി ഈ കുദാശയെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കാൻ ഇന്ന് ഈ സായം സന്ധ്യയിൽ അന്താരമും മുൻപിൽ ഒരുങ്ങി വന്നിരിക്കുക. കാഴ്ചവെപ്പിൻ്റെ സമയത്ത് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഓസ്റ്റിനും അലീനയും ഒരു ചെറു പുഞ്ചിരിയോടെ സന്തോഷത്തോടെയാണ് ഞാൻ താരയുടെ മുമ്പിലേക്ക് വന്നത്. അതിൻ്റെ അർത്ഥം അവർ വളരെ ഒരുങ്ങി ആത്മവിശ്വാസത്തോടെയാണ് ഈ ദേവാലയത്തിലേക്ക് വന്നു ചുരുക്കം. ഒത്തിരിയേറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഈ ചെറുപ്പക്കാരുടെ മനസ്സിൽ, ഹൃദയത്തിലുണ്ടാവും. നമുക്കറിയാം ഈ കാലഘട്ടം അത്ര നല്ല കാലഘട്ടമൊന്നുമല്ല. സഭ പെന്തക്കോസ്ത് തിരുനാളിൽ രൂപം കൊണ്ട അന്നു മുതൽ വിവിധങ്ങളായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. കുടുംബ ജീവിതമാണെങ്കിലും സന്യാസ ജീവിതമാണെങ്കിലും പൗരോഹിത്യമാണെങ്കിലും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ ഞങ്ങൾ ഇതാ തയ്യാറെന്ന് പറഞ്ഞ് യെസ് പറഞ്ഞുകൊണ്ട് ഈ 2 ചെറുപ്പക്കാരും ഇവിടെ നിൽക്കുക. അപ്പൊ നമുക്ക് ഇവരെ അഭിനന്ദിക്കണ്ടേ? ശരിയല്ലേ മാതാപിതാക്കളെ? വർഷങ്ങളോളം കുടുംബജീവിതത്തിലൂടെ മുന്നോട്ട് പോയി അതിൻ്റെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അറിഞ്ഞ് ജീവിതാനുഭവങ്ങളുമായി വിശ്വാസത്തിൽ ആഴപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിതം നയിക്കുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുക. നിങ്ങളെ ഒന്നും അധികമായിട്ട് പഠിപ്പിക്കേണ്ടതില്ല. ഈ അനുഭവങ്ങളൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞാണ് ഇവരും ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുക. നിങ്ങൾ പഠിച്ചു, ഇത് വിവാഹം ദൈവത്തിൻ്റെ വിളിയാണ്. അച്ഛനും സിസ്റ്ററുമാകാൻ ഒരാളെ ജീവിതം സമർപ്പിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു തരത്തിലുള്ള സമർപ്പണമാണിത്. ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് ചേർന്ന തുണയെ, ഇണയെ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണല്ലോ വചനത്തിൽ കാണുക. അപ്പോൾ ഓസ്റ്റിന് ചേർന്ന ആളെയാണ് ഓസ്റ്റിനും അലീനയും പരസ്പരം കണ്ടുപിടിക്കുക എന്ന് തന്നെയാലും നമുക്ക് ഒരുമിച്ച് ഈ ചെറുപ്പക്കാരെ അഭിനന്ദിക്കാം. ഇവരെടുക്കുന്ന തീരുമാനത്തിൽ നിലനിൽക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, ത്രിത്വത്തിന്റെ തിരുനാളാണ്. ത്രിത്വം എന്നത് ഞങ്ങൾ തിയോളജി പഠിക്കുമ്പോൾ ആദ്യമേ ലെക്ചർ പ്രൊഫസർ ക്ലാസ്സിൽ വന്നിട്ട് പറയുക, അതൊരു രഹസ്യമാണ്, മിസ്റ്ററി. ട്രിനിറ്റി ഈസ് എ മിസ്റ്ററി. അതെന്താണെന്ന് വ്യക്തമാക്കി ഒരു വ്യക്തി മനസ്സിലാക്കുക അതത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് രഹസ്യം എന്ന് പറയുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 പേരും സ്നേഹത്തിൽ ഒന്നായിരുന്നു. അവർ തമ്മിലുള്ള ഐക്യം, ആ സ്നേഹം, അത് തന്നെയാണ് ഇന്ന് നിങ്ങളെ ഈ കൂദാശയിൽ ഒരുമിപ്പിക്കുന്നത്. ആ സ്നേഹത്തിന്റെ കൽപ്പന തന്നെയല്ലേ ഈശോ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുൻപ് നമുക്ക് നൽകിയിട്ട് പോയത്? വിട്ടുപിരിയാൻ ബുദ്ധിമുട്ടായപ്പോൾ എന്നും ഈ മനുഷ്യ മക്കളോടൊപ്പം ആയിരിക്കണമെന്ന ചിന്തയോടെ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു, പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ചു.
ആ സ്നേഹത്തിലാണ് നമ്മളും നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ, കൂട്ടായ്മകളെ, സമൂഹത്തെ പടുത്തുയർത്തേണ്ടത്. മറ്റൊന്നുമല്ല. വിവാഹമെന്ന കൂദാശ വിശുദ്ധ കുർബാന എന്ന കൂദാശയ്ക്ക് മധ്യയാണ് പരികർമ്മം ചെയ്യപ്പെടുക. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതാണ് നമ്മുടെ ലിറ്റർജിയുടെ ആരാധനാക്രമത്തിലെ പാരമ്പര്യം. ഒരു കൂദാശ എന്താണെന്ന്, കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാലേ, വിശുദ്ധീകരിക്കും. അവിടെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ അദൃശ്യമായ പ്രസാദവരം ദൃശ്യമാക്കി തരുന്ന ഒരു മാധ്യമം, ഒരു സംഭവമാണ്, മാർഗമാണ് ഈ കൂദാശ എന്ന് പറയുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാന എന്ന കൂദാശയ്ക്ക് മധ്യ വിവാഹം എന്ന കൂദാശ, ഈ രണ്ട് കൂദാശകളുടെയും പ്രസാദവരം, അഭിഷേകം നിങ്ങളിന്ന് സ്വീകരിക്കുകയാണ്. ഒത്തിരി ദാഹത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഇന്ന് സ്വീകരിക്കുന്ന ഈ പ്രസാദപരമാണ് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മരണം വരെ നിങ്ങൾ കൊടുക്കുന്ന ഈ വാക്ക്, ഈ ഉറപ്പ്, ഉടമ്പടി, അത് നിറവേറ്റി ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങാൻ സാധിക്കും. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ മറക്കാതിരിക്കാം. അപ്പോൾ ഈ പ്രസാദപരം നിങ്ങളിൽ നിലനിൽക്കും. പിന്നെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും തിരുവചനം പറയുന്നത് പോലെ ദൈവം യോജിപ്പിച്ച ഈ ബന്ധത്തെ വേർപെടുത്താൻ പറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ വേർപെടുത്തി കളയും. അപ്പോൾ വേർപെടുത്താൻ തരത്തിലുള്ള ശക്തികൾ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ ചാനലുകളിലൂടെയും പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കേട്ടറിയുന്ന ചില അനുഭവങ്ങൾ അതാണ് നമ്മെ പഠിപ്പിക്കുക, മനസ്സിലാക്കി തരിക. അവിടെയൊക്കെ പതറാതെ പിടിച്ചു നിൽക്കാൻ, വിശ്വാസത്തിൽ ആഴപ്പെട്ട ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും, കരം പിടിച്ചു നടത്തും. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ചിത്രകാരനാണ്, ഒരു ചിത്രം വരയ്ക്കണം. അവനിങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ആരും ഇന്നുവരെ വരച്ചിട്ടില്ലാത്തൊരു മനോഹരമായ ചിത്രം വരയ്ക്കണം. പക്ഷെ അവനിങ്ങനെ ചിന്തിച്ചു, അത് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ വരച്ചു വെച്ചാൽ ഒരു പക്ഷെ അത് അപൂർണമായിരിക്കും. അതുകൊണ്ട് അത് പൂർണ്ണമാകണമെങ്കിൽ ഈ ലോകത്തിലെ തന്നെ മറ്റ് ചില മേഖലകളിലുള്ള വ്യക്തികളുടെ അഭിപ്രായങ്ങളും എടുത്തു വെച്ച് വരച്ചാൽ അത് ഭംഗിയാകുമെന്ന ചിന്തയോടെ ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പണിപ്പുര വിട്ട് പുറത്തേക്ക് ഇറങ്ങി. ആദ്യം കണ്ടുമുട്ടിയതൊരു ചെറുപ്പക്കാരനെയായിരുന്നു. ആ ചെറുപ്പക്കാരനോട് ഈ ചിത്രകാരൻ ചോദിച്ചു, എന്തായിരുന്നു താങ്കളുടെ അഭിപ്രായത്തിൽ എനിക്ക് വരയ്ക്കാൻ പറ്റിയ, ഇതുവരെ ആരും വരച്ചിട്ടില്ലാത്ത മനോഹരമായ ചിത്രം? ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒട്ടും സംശയിക്കാതെ പെട്ടെന്ന് തന്നെ പറഞ്ഞു, രണ്ട് കവിതാക്കൾ, പ്രണയിതാക്കൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്ന ഒരു ചിത്രമായിരിക്കും താങ്കൾക്ക് വരയ്ക്കാൻ പറ്റുന്ന വിഷയം. അദ്ദേഹം മനസ്സിൽ കുറിച്ചിട്ടു. യാത്ര തുടർന്നു. പിന്നെ അദ്ദേഹം കണ്ടുമുട്ടിയത് ഒരു പട്ടാളക്കാരനായിരുന്നു. ആ പട്ടാളക്കാരനോടും ഇതേ ചോദ്യം ചോദിക്കുകയാണ്, ഏതായിരിക്കും താങ്കളുടെ അഭിപ്രായത്തിൽ എനിക്ക് വരയ്ക്കാൻ പറ്റിയ ചിത്രത്തിൻ്റെ വിഷയം? പട്ടാളക്കാരൻ പറഞ്ഞു, യുദ്ധങ്ങളില്ലാത്ത, എങ്ങും സമാധാനം കളിയാടി നിൽക്കുന്ന, നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു ലോകം വരയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും മനോഹരമായ അദ്ദേഹത്തിന് വരയ്ക്കാൻ പറ്റിയ ചിത്രം. അതും ഈ മനുഷ്യൻ കുറിച്ചിട്ടു. യാത്ര തുടർന്നു. പിന്നെ കണ്ടുമുട്ടിയതൊരു പുരോഹിതനാണ്. പുരോഹിതനോടും ഇതേ ചോദ്യം ചിത്രകാരൻ ആവർത്തിച്ചു. പുരോഹിതൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, വിശ്വാസത്തിൽ ആഴപ്പെട്ട് പ്രാർത്ഥനയിൽ മുന്നേറുന്ന ഒരു സമൂഹം, വിശ്വാസ സമൂഹം, അത് വരയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും അദ്ദേഹത്തിന് വരയ്ക്കാൻ പറ്റുന്ന മനോഹരമായ ചിത്രം. മനുഷ്യൻ സായം സന്ധ്യയിൽ തിരിച്ചു അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തി. ഉറങ്ങുന്നതിന് മുൻപ് ചിന്തിച്ചു. 3 വ്യക്തികളെ കണ്ടു. 3 വ്യക്തികളും 3 വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് പറഞ്ഞത്. ഇതിലേത് വരയ്ക്കും? അദ്ദേഹത്തിനാകെ കൺഫ്യൂഷനായി. അവസാനം അങ്ങനെ അദ്ദേഹം എത്തുന്ന ഒരു കൺക്ലൂഷൻ എങ്ങനെയാണ്? ഒന്നും മാറ്റി നിർത്താതെ ഈ 3 കാര്യങ്ങളും ചേർത്ത് വെച്ചാൽ, 3 പേരും പറഞ്ഞ് 4 കാര്യങ്ങളും ചേർത്ത് വെച്ചാൽ മനോഹരമായ ഒരു ചിത്രമാകില്ലേ? ആദ്യം പറഞ്ഞ സ്നേഹവും സമാധാനവും വിശ്വാസവും പ്രാർത്ഥനയും. പ്രിയപ്പെട്ടവരെ, ഈ 4 കാര്യങ്ങളും ചേർത്ത് വെച്ച് മനോഹരമായൊരു കുടുംബത്തിൻ്റെ ചിത്രം വരച്ചു. അത് അന്ന് വരെ വിറ്റുപോകാത്ത വിലയ്ക്ക് ഈ ലേലത്തിൽ വിറ്റുപോയി എന്നാണ് പറയുക. കഥ എന്തായാലും അവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഓസ്റ്റിൻ അലീന
നിങ്ങളെ ഇന്ന് ദൈവം വിളിച്ചിരിക്കുക മനോഹരമായ ഒരു കുടുംബത്തിന് രൂപം നൽകാനാണ്. ഇനിയെല്ലാം നിങ്ങളുടെ കൈകളിലാണ്. നാളിതുവരെ നിങ്ങളുടെ കൂടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, നിങ്ങളെ കാര്യങ്ങളിൽ നയിക്കാൻ, കരം പിടിച്ച് നടത്താൻ. ഇനി നിങ്ങൾ പുതിയൊരു കുടുംബത്തിന് രൂപം നൽകുകയാണ്. അലീനയുടെ മാതാപിതാക്കൾ പുതിയ പറമ്പിൽ കുടുംബം വിട്ട് കിഴക്കൂടൻ കുടുംബത്തിലേക്ക് വരികയാണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പത്രോസിലേക്ക് എഴുതിയ ലേഖനത്തിലൂടെ നിങ്ങൾ വായിച്ചു കേട്ടു. ഭാര്യമാരെങ്ങനെയായിരിക്കും, ഭർത്താക്കന്മാരെങ്ങനെയായിരിക്കും, ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൻ്റെ ഈ ആഘോഷ ദിനങ്ങളൊക്കെ കഴിഞ്ഞു പോയി കുറെ കഴിഞ്ഞ് ബന്ധുക്കളൊക്കെ ഒത്തിരി ദൂരെ നിന്ന് അവധിക്കൊക്കെ വന്ന് മെയ് മാസം നല്ലൊരു സമയം നോക്കി വിവാഹം ഉറപ്പിച്ച് അങ്ങേറ്റം വലിയ ആഘോഷമാക്കി മാറ്റണമെന്ന ചിന്തയോടെ ഈ ആഘോഷമൊക്കെ നടത്തും. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ മാറ്റ് കുറഞ്ഞു പോകാൻ പാടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ആഘോഷങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ തീരും. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മാർഗദർശിയായി എന്ന് വായിച്ചു കേട്ട തിരുവചന ഭാഗങ്ങളായിരിക്കട്ടെ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ആ ശാരീരികതയും സൗമ്യതയും സന്തോഷവും സ്നേഹവും സമാധാനവും ഒക്കെ നിങ്ങൾ സ്വന്തമാക്കിയാൽ നിങ്ങളുടെ കുടുംബം സ്വർഗതുല്യമായി, തിരുക്കുടുംബത്തിനുമായി. അപ്പോൾ നിങ്ങൾ നോക്കി പഠിക്കേണ്ടതും തിരുക്കുടുംബമാകണം നിങ്ങളുടെ ധ്യാന വിഷയം. എന്നും ഒരുമിച്ച് പ്രാർത്ഥന ഉണ്ടാകട്ടെ. സ്നേഹത്തിൽ നിന്നും ജീവിതം തുടങ്ങട്ടെ. സ്നേഹമില്ലാതെ മറ്റൊന്നുമില്ല. ക്രിസ്ത്യ ജീവിതം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ഇവിടെ നിങ്ങൾക്ക് മാതൃക ആ ത്രിത്വൈക ദൈവം തന്നെയാണ്. ഈശോയും പിതാവും പരിശുദ്ധാത്മാവും എങ്ങനെ ഒന്നായോ ആ സ്നേഹമാണ്. ഈ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഞാൻ ലോകത്ത് ഇവരെ എടുക്കണമെന്നല്ല, നമ്മളൊന്നായ പോലെ ഇവരെയും ഒന്നാക്കണമേ, ഒന്നിപ്പിച്ച് നിർത്തണമേ, സ്നേഹത്തിൽ ഒന്നിപ്പിക്കണം. അതായിരുന്നു ഈശോയുടെ പ്രാർത്ഥന. സമാധാനം. ഓസ്റ്റിൻ കിഴക്കോടൻ കുടുംബത്തിൽ നിന്ന് വരുന്നു. വളർച്ചയുടെ ഘട്ടത്തിൽ ഓരോ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചു. പോരായ്മകളും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉള്ള മനുഷ്യരാണ്. അതുപോലെ തന്നെ അലീനയും ഓരോ വ്യത്യസ്തങ്ങളായ കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് വന്നു ചേർന്നിരിക്കുകയാണ്. ജില്ലയും വേറെയാണല്ലേ, വയനാട്, മാനന്തവാടി, പുല്ലരമ്പാറ. അപ്പോൾ രണ്ട് ദേശങ്ങളിൽ നിന്നാണ് രണ്ടുപേരും വന്ന് ഒന്നാവുക. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ പ്രത്യേകതകളുണ്ടാകും. ദൈവം നൽകിയ ഒത്തിരി കഴിവുകളും അനുഗ്രഹങ്ങളും കൃപകളും ഒപ്പം മാനുഷികമായ ബലഹീനതകളും. ഈ ബലഹീനതകളാണ് പലപ്പോഴും നമ്മളെ ചില പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടാനായിട്ട് ഇടയാക്കുന്നത്. അപ്പം അതിനിട കൊടുക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് നിങ്ങൾ കൃപ ചോദിച്ചു വാങ്ങണം. കാരണം വചനം പറയുന്നുണ്ട്, ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും. ഈ വചനം തിരന്നുറപ്പിൽ വിശ്വാസത്തോടെ ചോദിച്ച് കൃപകൾ വാങ്ങി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും, സ്നേഹം ഉണ്ടാകും. പിന്നെ പരസ്പരം പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ തുറന്ന് പറയുന്ന, ഇന്നത്തെ കുട്ടികളൊക്കെ കാണുന്ന പോലെ ചില നമ്മൾ കാണുന്നതാണ്, പ്രത്യേകം പറയേണ്ടതല്ല, എല്ലാവരും സ്മാർട്ട് ഫോണിലാണ്, തിരക്കിലാണ്, കുഞ്ഞുങ്ങൾ പോലും തിരക്കിലാണ്. കുടുംബ ബന്ധങ്ങൾ അവിടെ വിള്ളൽ വീണുകൊണ്ടിരിക്കുകയാണ്. സായം സന്ധ്യയിലെ പ്രാർത്ഥനയും ഒരുമിച്ച് ചേർന്നുള്ള സംസാരങ്ങളും ചർച്ചകളും ഒന്നുമില്ല. ഞാനൊരു സന്യാസ വൈദികനാണ്. ഞങ്ങൾക്ക് എല്ലാ മാസവും ഡൊമസ്റ്റിക് മീറ്റിംഗ് എന്നൊരു സംഭവമാണ്. ഒരു ആശ്രമത്തിലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു ചർച്ച ചെയ്യാനും കാര്യങ്ങൾ തീരുമാനമെടുക്കാനൊക്കെ ഒരു വിലയിരുത്തലിനൊക്കെ വേണ്ടിയുള്ള മീറ്റിംഗാണ്. അവിടെ ഞങ്ങൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ആ സമൂഹത്തിലുള്ള അംഗങ്ങൾ പറയും. പക്ഷെ തീരുമാനം ഒന്നായിരിക്കും. ആ തീരുമാനം എടുത്താൽ പിന്നെ എല്ലാവരും ആ തീരുമാനത്തിന് വേണ്ടി നിലകൊള്ളാവും. അതായിരിക്കും ആ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ വിജയം. അപ്പോൾ സമാധാനം ഉണ്ടാകണമെങ്കിൽ പരസ്പരം ഒരു പങ്കുവെപ്പ്, തുറന്നു പറയലുകൾ ഉണ്ടാകണം. അപ്പോഴാണ് ഓസ്റ്റിനും അലീനയ്ക്കും പരസ്പരം മനസ്സിലാക്കാനൊക്കെ സാധിക്കും. പിന്നെ വിശ്വാസം ദൈവിക മുന്നണിയിൽ ഒന്നാണ്. ആ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു തിന്മയ്ക്ക് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഇട കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിന് ദിവസവും പ്രാർത്ഥന ഉണ്ടായാൽ മാത്രം മതി. എത്രയൊക്കെ തിരക്കുണ്ടായാലും നമ്മൾ ആഘോഷങ്ങൾക്ക് സമയം കണ്ടെത്തും. നിങ്ങളും ജസ്റ്റ് ചിന്തിച്ച് നോക്കുക, ഈ വിവാഹത്തിന് എത്രമാത്രം ഒരു ഭൗതികമായ ഒരുക്കം നിങ്ങൾ നടത്തി അല്ലേ? എത്രയോ നേരത്തെ പ്ലാൻ ചെയ്തു. ഡാൻസിൻ്റെ സ്റ്റെപ്പ്, പ്രാക്ടീസ്, ഡ്രസ് കോഡ്, ഒരു ഡെക്കറേഷൻ, അതിൻ്റെ അല്ലേ? ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ കാണാം. ഞാൻ ചില വിവാഹങ്ങൾ ഒബ്സർവ് ചെയ്യാറുണ്ട്, അതുകൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഒരു തിരുനാൾ നടത്തുന്ന പോലെയാണ് വിവാഹങ്ങൾ. അപ്പോൾ അതുപോലെ നമ്മളെത്തി. ആ ആഘോഷങ്ങൾ പോലെ
നമ്മുടെ ആത്മീയമായ കാര്യങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എന്നും കിടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കുടുംബത്തിൽ സന്ധ്യ പ്രാർത്ഥന ഉണ്ടാകട്ടെ. ഇനി യാത്രയാണ്, യാത്രയിലും കുറച്ച് സമയം പ്രാർത്ഥിക്കാമല്ലോ. ദൈവത്തെ മറന്നുകൊണ്ടുള്ള ജീവിതം അത് അപകടം പിടിച്ചതാണ് എന്ന് മാത്രം അച്ഛൻ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടു കാനായിലെ വിവാഹ വിരുന്നിൻ്റെ അവസ്ഥ. ആഘോഷമായിരുന്നു, വീഞ്ഞ് തീർന്നു പോയി. ആ ആഘോഷത്തിന് അതിൻ്റെ നിറപ്പകിട്ട് നഷ്ടപ്പെടാൻ അത് മതി. പക്ഷേ അവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. കാരണം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയാണ് അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോഴുണ്ടാകാവുന്ന ആ കുടുംബത്തിന്റെ മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടുത്തി. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മുറുകെ പിടിച്ചോളൂ. അമ്മ നിങ്ങളുടെ വിശുദ്ധിയിൽ വളർത്തും. വിവാഹം എന്ന കൂദാശയുടെ ലക്ഷ്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദാമ്പത്യ സ്നേഹം, പരസ്പരം സ്നേഹിക്കാൻ, ആ സ്നേഹത്തിൽ നിന്നും ദൈവം തരുന്ന മക്കളെ വിശ്വാസത്തിൽ വളർത്താൻ. ഈ കൂദാശയുടെ സവിശേഷതകൾ എന്ന് പറയും, പ്രോപ്പർട്ടീസ്, ഫീച്ചേഴ്സ് എന്നൊക്കെ പറയും. യൂണിറ്റി, ഇൻഡിവിജ്വലിറ്റി. നേരത്തെ പറഞ്ഞു പോയപ്പോൾ പറഞ്ഞതാണ്, ഒന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രം. അപ്പോൾ ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ, ആർക്കും വേർപെടുത്താൻ പറ്റാത്ത ഈ ബന്ധത്തിൽ മരണം വരെ അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റുചൊല്ലുന്ന ഉടമ്പടി അത് പൂർത്തിയാക്കാൻ പരിശുദ്ധ അമ്മയും പരിശുദ്ധ ത്രിത്വവും നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ തിരുനാളിൻ്റെ ആശംസകളും നമ്മുടെ ഓസ്റ്റിൻ വരയിലേക്കും വിവാഹ ജീവിതത്തിലേക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും തരുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി വിവാഹമെന്ന കൂദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലയും ക്ഷമിക്കുന്ന വിഷയമായി നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹബന്ധത്തിന്റെ അഭേദതയെ പറ്റി പഠിപ്പിച്ച വിഷയമായി പരസ്പര വിശ്വസ്തയോടും ചാരിത്രശക്തിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച വിഷയമായി നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരതരായി ജീവിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തി സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയ സഹോദരനെ, ഈ വധുവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അലീനയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? അലീന, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി
ഓസ്റ്റിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ് നിങ്ങളെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദമ്പതികളുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായ് എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും പ്രതിജ്ഞയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. Sing it.
നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന് നായകനായ മാർ യോസേഫിന്റെയും മാധ്യസ്ഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യങ്ങൾ നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടങ്ങളെ വധിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഏഴ് ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോൾ കൊള്ളാം. So
കാരുണ്യവാനും അനുഗ്രഹദായകനുമായ ദൈവമേ, അങ്ങയുടെ തിരുസൂതൻ സ്ഥാപിച്ച വിവാഹമെന്ന കൂദാശ വഴി വിശുദ്ധമായ കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന ഈ നവദമ്പതികളെ ആശീർവദിക്കണമേ. ഇവരുടെ അനുദിന ജീവിതത്തിൽ അങ്ങ് ഇവരുടെ മാതൃകയും വഴികാട്ടിയുമായിരിക്കണമേ. ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹദാനങ്ങൾ സമൃദ്ധമായി ഇവർക്ക് നൽകണമേ. തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ ജീവിക്കുവാനും വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റ് ക്രിസ്തീയ സുഹൃത്തുക്കളിലും അനുദിനം വളർന്നു വരുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. Heading out on our own with our hope in the clouds, and we're starting to see that we're onto something. Feel it coming, we'll keep running, nothing in our way, and we got no reason to wait. Let the journey take you where it wants to. We'll continue to find our way through anything we face. We got what it takes. Here we go. All we need is an open road and a chance to see a never-ending world that's beautiful. Here we go, with the sunlight on our skin. It's a brand new day, it's ours to take, and we will let it in. This is where the adventure begins. Every step, writing stories that seek to be read, taking hold of the moment as we discover every color filled with wonder. Now we finally see we got everything we need. Here we go. All we need is an open road and a chance to see a never-ending world that's beautiful. Here we go, with the sunlight on our skin. It's a brand new day, it's ours to take, and we will let it in. This is where the adventure begins. Here we go. Here we go. Heading out on our own with our hope in the clouds. We're starting to see that we're onto something. Feel it coming now. Here we go. All we need is an open road and a chance to see a never-ending world that's beautiful. Here we go, with the sunlight on our skin. It's a brand new day, it's ours to take, and we will let it in. This is where the adventure begins. I think I want you more than want. I know I need you more than need. I wanna hold you more than hold. When you stood in front of me, I think you know me more than know. And you see me more than see. I could die now more than die. Every time you look at me, well, I've seen you in jeans with no makeup on, and I've stood there and all is your date for the prom. I'm blessed as a man to have seen you in white, but I've never seen anything quite like you tonight. No, I've never seen anything quite like you. When it's right, it's more than right. തമ്പുരാനെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. കുടുംബ പ്രതിഷ്ഠ. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെ ഞങ്ങളുടെ രാജാവായ വാഴവേ,
Right, it's more than right, 'cause you feel it more than feel. I could take this moment now, right into the grave with me. Oh well, I've seen you in jeans with no makeup on, and I've stood there and all it's your date for the prom. I'm blessed as a man to have seen you in white, but I've never seen anything quite like you tonight. No, no, I've never seen anything quite like you tonight. Oh, no, no, I've never seen anything quite like you tonight. In your eyes, oh, in your eyes, in our hearts, yeah, in our hearts. Sometimes words just ain't enough for this love that's more than love. When I've seen anything quite like you tonight. Oh, no, I've never seen anything quite like you tonight. This is all I want. That the love I have for you doesn't fade along with you. Can you help with that? The reason that I ask, I've seen far too many friends walk away and not come back. I want more than that. I won't wash away like branches in rain. I'd rather be kindling in the light. Set me on fire like I've never known. I wanna love you more as life goes on. So all of my days I'll place my first love. This is all I pray over everything I ask, that my friends one day come back. Can you help with that? Gotta know you can. Please put your hands together and welcome our most beautiful bride, Alina. Hands across and down stage. ഒരു ഗംഭീര കൈയടി കൊടുത്തുകൊണ്ട് ഒരു ഉഗ്രൻ കൈയടി നമ്മുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഒരു ഉഗ്രൻ കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് അവരുടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതായിട്ടുണ്ട്.
എൻട്രി ഇനി കിട്ടാനായിട്ടില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു. സോ രണ്ടുപേരെയും സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി നമുക്ക് വെൽക്കം ചെയ്യാം. Ladies and gentlemen, ഒരു ഉഗ്രൻ കൈയടി കൊടുത്തോളൂ. Let me invite Austin and Alina on stage. Woo! Yes, congratulations. And wish you a very, very, very happy married life. Congrats on your special day. എല്ലാവിധ ബ്ലെസ്സിങ്സും എല്ലാവിധ ആശംസകളും. And we wish you all the sense of very rocking life together. അടിപൊളിയായിട്ടിരിക്കുക. Yes. ഇതിൽ കൂടുതൽ ഇനി എന്താണല്ലേ? ഓക്കെ, അപ്പൊ സന്തോഷമായിട്ടിരിക്കെ ഇരിക്കട്ടെ. ഇതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ലോങ് ഒരു കംപ്ലീറ്റ് ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥപൂർവ്വം നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹത്തോടു കൂടി എല്ലാവിധ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് വേണ്ടി. യെസ്, അപ്പൊ ഈ സമയത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം അവരുടെ ഫാമിലിയാണ് ഈ ഒരു ദിവസം ഏറ്റവും കൂടുതൽ അധികം ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അപ്പൊ അവരുടെ ഫാമിലി കൂടി ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് മുന്നേ ആയിട്ട് let me introduce our bride and groom. Our groom is Austin K. Sajeev. He is an insurance advisor in TD Insurance in Canada. ഒരു കൈയടി കൊടുത്തേ നമ്മുടെ ഗ്രൂമിന് വേണ്ടി എല്ലാവരും ചേർന്നുകൊണ്ട്. Come on everyone. And let me introduce our bride, Alina Benny, and she is working as an engineer in the UK. ഒരു കൈയടി അലീനയ്ക്ക് വേണ്ടി. Yes. So ഞാൻ ആദ്യം തന്നെ ഗ്രൂമിന്റെ ഫാമിലിയാണ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. So first of all, I would like to welcome my lovely invite our groom's father, Mr. Sachin KJ. He's an ex-NRI. So please welcome on stage, and also welcome his mother, Vincy Sati, on stage. And she's a successful homemaker. So രണ്ടുപേരുടെയും ഒരു എൻട്രി ആണ് ഈ ഒരു സമയത്ത് നമ്മുടെ ഗ്രൂമിന്റെ പേരൻസ് നമ്മളുടെ കൂടെ വേദിയിലേക്ക് ജോയിൻ ചെയ്യാം. സോ ഗ്രൂമിന്റെ ഫാമിലിക്ക് ഒരു ഗംഭീര എൻട്രി ആയിട്ട് ഒരു ഉഗ്രൻ കൈയടി കൊടുത്ത് എല്ലാവരും ചേർന്നോണ്ട്. Come on everyone. Now let me invite our groom sister Helena Kissaji on stage, and also welcome his brother-in-law Amal Baby on stage. And he is a businessman. So രണ്ടുപേരും ഇന്നത്തെ ദിവസം തകർക്കാനായിട്ട് പോകുന്ന രണ്ടുപേരും. അവരെ പോലെ തന്നെ his brother Roshan Kissaji. Please welcome on stage. നമ്മുടെ ഗ്രൂമിന്റെ ഫാമിലി ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുകയാണ്. Our bride's family too. പുതിയ ഗ്രൂമൻ ഫാമിലിയെ കൂടി ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുകയാണ്. Ladies and gentlemen, let me invite our bride's father, Mr. Benny Joseph on stage. ഒരു ഉഗ്രൻ കൈയടി കൊടുത്ത് നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. And he works in Italy, and also welcome her mother Betsy Benny on stage. രണ്ടുപേരെയും നിറഞ്ഞ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ഈ ഒരു സമയത്ത്. ഒരു ഉഗ്രൻ കൈയടി കൊടുത്തേ. Come on everyone. And now let me invite her brother, Mr. Jyoti Benny, and he works in Australia, and also welcome her sister-in-law Gina Jyoti on stage. ഒരു ഉഗ്രൻ കൈയടി കൊടുത്തോണ്ട് ഞാൻ രണ്ടുപേരെയും കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. Na
അലീനയിൽ ഇഷ്ടപ്പെട്ട ഒരു 5 ക്വാളിറ്റീസ് എന്തൊക്കെയാണ് പറഞ്ഞേ? അലീന നല്ല കാര്യമാണെങ്കിൽ ഒട്ടും എൻ്റെ ക്യാരക്ടർ അല്ല, അതാണ് എനിക്ക് അവളെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വെരി ഓർഗനൈസ്ഡ്, വെരി കെയറിങ് ആൻഡ് മോർ ഓവർ വെരി ലവബിൾ. റിലേഷൻഷിപ്പിനൊക്കെ നല്ല വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. സോ ഐ ലവ് ഹർ ദ മോസ്റ്റ്. അതേപോലെ തന്നെ ആങ്ങളെയും ഒട്ടും മോശമൊന്നുമല്ല. അതുകൊണ്ട് അലീന ഈസ് ദ ബെസ്റ്റ് പെയർ ഫോർ ഹിം. സോ ഐ ബിലീവ് they will lead a good life. And thanks for everyone for coming here and joining our this celebration and making this day very wonderful. Thank you so much. നമ്മൾ ചെറിയൊരു കുഞ്ഞു ഗെയിമിൽ, ഒരു കുട്ടി ഗെയിമിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. 1-2 കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചോദിക്കാനായിട്ടുള്ളൂ. അതിനുശേഷം ഇവരുടെ 2 പേരുടെയും രസകരമായിട്ടുള്ള 1-2 പെർഫോമൻസസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഒരു കിടിലൻ ഡാൻസറും ഒരു കിടിലൻ പാട്ടുകാരിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ അവരുടെ ഒരു പെർഫോമൻസസ് ഉറപ്പായിട്ട് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ലേ? പ്രതീക്ഷിക്കുന്നില്ലേ? നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? ഉണ്ട്. അപ്പൊ എന്തായാലും 1-2 കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കുകയാണ് ഈ ഒരു സമയത്ത്. ചോദിച്ചോട്ടെ? റെഡി? സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യെസ്, അങ്ങനെയെങ്കിൽ നമ്മൾ ചോദിക്കാൻ പോകുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹൂ ഈസ് മോർ റൊമാൻറ്റിക്? സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഏറെക്കുറെ ഉത്തരങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അടിപൊളി. ഒരു കൈഡി കൊടുത്തേ, ഒരു ഉഗ്രൻ കൈഡി പ്രതീക്ഷിക്കുകയാണ്. ഹൂ ഈസ് മോർ പങ്ക്ച്വൽ? അടിപൊളി, അടിപൊളി. ഓക്കെ, അപ്പോൾ സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട്. Who is better singer? Who is better singer? Yes. അപ്പൊ നമ്മൾ ഒരു പാട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനുശേഷം. ഇപ്പൊ പാടണോ അതോ മുഴുവൻ കഴിഞ്ഞിട്ട് പാടണോ? മുഴുവൻ കഴിഞ്ഞിട്ട് പാടാം. ഓക്കെ, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇത്തിരി സമാധാനമുണ്ട്. പാട്ടൊക്കെ ഒന്ന് ചിന്തിച്ച് ആലോചിച്ചെടുക്കാനുള്ള സമയം കൊടുക്കാൻ പോവാണ് നമ്മള്. ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള ആള് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ? ഏത് സമയത്തും മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ആളാരാണ്? ഓക്കെ, വെരി ഗുഡ്. ഫിലിം അഡിക്റ്റ് ആരാണ്? ഇറങ്ങുന്ന എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്ന അല്ലെങ്കിൽ ഫിലിം അഡിക്റ്റ് ആയിട്ടുള്ള ആളാരാണ്? ആരുമില്ല, രണ്ടുപേരും ഇല്ല. ഓക്കെ, ആഹാ, അടിപൊളി. ഫുഡി ആയിട്ടുള്ള ആളാരാണ്? ആണോ? ഭയങ്കര തീറ്റക്കാരനാണോ? Okay, it's fine. Who is better cook? അടിപൊളി. Who is better dancer? Who dance better? രണ്ടുപേരും നമ്മൾ ഓൾറെഡി കണ്ടതായിരുന്നു. അടിപൊളി ഡാൻസേഴ്സ് ആണ് രണ്ടുപേരും. And who is more funnier? രണ്ടുപേരും. Okay. And അടുത്ത ചോദിക്കാൻ പോകുന്ന ചോദ്യം: Who fell in love first? ഓക്കെ, കണ്ട ഉടനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഓക്കെ, വേറൊന്നും നോക്കിയില്ല. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഓക്കെ, അതിന്റെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടുണ്ടോ ആർക്കെങ്കിലും? പിന്നീട് എന്നോട് മാത്രമായിട്ട് പറയാന്ന് പറഞ്ഞിരിക്കണേ. നിങ്ങളോടൊന്നും പറയാനായിട്ട് വലിയ താല്പര്യമില്ല. Okay, then who apologized first? ഒരു കൈഡി കൊടുത്തേ, അതിനു വേണ്ടി ഒരു കൈഡി കൊടുത്തേ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതല്ലേ? അടിപൊളി, അടിപൊളി. ഇനി കണ്ണാടിയുടെ മുന്നിൽ ഏറ്റവും
അധികം സമയം ചെലവഴിക്കുന്ന ആള് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ? ഓക്കെ, ഏറ്റവും വായാടിയായിട്ട് വാ തോരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ? അടിപൊളിയാണ്. അപ്പോ ഇനി നിങ്ങളുടെ പെർഫോമൻസിലേക്ക് വരികയാണ്. എണീറ്റോളൂ, പരിപാടി കഴിഞ്ഞു. പിന്നീട് ലവ് സോങ്, നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഏത് പാട്ടായിരിക്കും പാടാൻ പോകുന്നത് അലീന? അപ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ആണ് ഇപ്പോൾ അലീന നമുക്ക് വേണ്ടി പാടിയില്ല. ഇനി ഓസ്റ്റിൻ്റെ ഒരു ഫ്യൂ ലൈൻസ് നമ്മൾ പ്രതീക്ഷിക്കാം കേട്ടോ. നമ്മൾ ഇതുവരെ ഓസ്റ്റിന് ഒരു വാഷ്റൂമിൽ പോലും ഒരു പാട്ട് പാടുന്ന ഇവരാരും കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഫ്യൂ ലൈൻസ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഡാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുക. ഒരു സോങ് പ്ലേ ചെയ്യോ രണ്ടുപേർക്കും വേണ്ടി? അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി നമ്മളൊരു സോങ് അങ്ങ് തരാൻ പോവാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ആരാണെന്ന് നിങ്ങൾ തന്നെ പറയണം കേട്ടോ. Ready? Yes. ഓക്കെ, എല്ലാം പറയുന്നു അലീനയാണെന്ന് കേട്ടോ. അടിപൊളി രണ്ടുപേരും.
சதறுது என் பல்சு எதறுது என் டாலண்ட் வந்தா உள் மதக்குற கொஞ்சம் பறக்குற அப்ப ரொம்ப சிரிக்கிற நீ என்ன பண்ண തടവുമ്പോൾ ഈ നാടും വിളകിയിടുന്നേ ഉയർത്തി നടന്നിടുമ്പോൾ ഭൂമി കിടകൊള്ളുന്നേ നിൽക്കാൻ ആകാശത്തിൻ ഉയരം കൊണ്ടേ നിന്നെ അളക്കാൻ കടലിൻ ആഴം മതിയാതില്ലെന്നേ ശില്പങ്ങൾ മരണ തൽപ്പങ്ങൾ ചൂടേറിയാടും
Chasing trails in firelight, I remember that same night we fell in love all over again. In the glow of the moonlight, holding you close beside, felt my heart racing, looking in your eyes. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds and gazing at them stars. It's so beautiful with you. Waking up to your smile, all dazed and dreamy-eyed, I fell in love all over again. Spotting birds and butterflies, losing all our sense of time. Every day was a memory we made. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time
driving through the clouds and gazing at them stars. It's so beautiful with you. And diving in the sea when it's just you and me. It's so beautiful with you. Through the night, your hand held in mine. You're so beautiful, it's true. When the sun paints the sky, our heart